ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ശേഖരൻകുട്ടി വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഗോവയിൽ പോയിട്ട് അവിടുത്തെ സ്കേറ്റ് പാർക്കിൽ കണ്ടുമുട്ടിയാണ് ഇവൻ അവിടുന്ന് ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കുതിയായി. അങ്ങനെ അവൻ്റെ അടുത്ത് ചോദിച്ചു, മനെ കുട്ട എന്നെ കൊണ്ട് ഡ്രോപ്പ് എടുക്കാൻ പഠിപ്പിച്ചിരുന്നു. അയ്യ, തനിക്ക് ഡ്രോപ്പ് എടുക്കാൻ അറിയില്ലടാന്ന് അവൻ എന്നോട് ആദ്യം ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, പഠിപ്പിച്ചു തരാം. ഒന്ന് രണ്ട് തവണ ഡ്രോപ്പ് എടുക്കാൻ നോക്കി വീണതുകൊണ്ട് ഫുൾ പാഡിങ്ങോട് ഉണ്ണിയാണ് നിൽക്കുന്നത്. വീണാലേ പഠിക്കുള്ളൂ എന്നാണ് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ പേടി കണ്ടിട്ട് അവൻ ഓടിപ്പോയി എനിക്ക് ഹെൽമെറ്റ് കൊടുത്തു. പണ്ട് പപ്പു ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ഇപ്പം ശരിയാക്കി തരാന്നുള്ള രീതിയിലാണ് അവൻ്റെ പട്ടുപ്പാവും. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്. ഡ്രോപ്പ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന്, നിൽക്കേണ്ടത് എങ്ങനെയാണ്, ഇറങ്ങേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാം അവൻ പറഞ്ഞു തന്നു. പക്ഷേ എനിക്ക് നല്ല പേടി കാരണം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഈ പറഞ്ഞ രീതിക്ക് ചെയ്ത ഡ്രോപ്പ് വരുമോ എന്നറിയാനായിട്ട് ഞാൻ ബോർഡ് എടുത്ത് നല്ല ചെറിയൊരു സ്ലോപ്പിൽ ട്രൈ ചെയ്ത് നോക്കി. ആ കാര്യം വർക്കൗട്ടായി. അങ്ങനെയൊക്കെ ചെറിയൊരു കോൺഫിഡൻസ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അവൻ ഡ്രോപ്പ് എടുത്ത് കാണിച്ചു തന്നു. കാണിച്ചു തരുക മാത്രമല്ല, പോയ പോലെ തന്നെ റിവേഴ്സിൽ തിരിച്ചു വന്ന് അവിടെ കയറി നിന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും കോൺഫിഡൻസ് കൂടി. ഇവൻ കാണിച്ചു തന്നെങ്കിലും എൻ്റെ കോൺഫിഡൻസ് ഒക്കെ ഫുള്ളായിട്ട് വരാൻ വേണ്ടി ഞാൻ സ്ലോപ്പ് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് സ്മൂത്തായി ഞാൻ വലിയ ഡ്രോപ്പ് എടുക്കാനായിട്ട് റെഡിയായി വന്നപ്പോഴാണ് ഇവനേക്കാളും കുറച്ചുകൂടെ പ്രായമുള്ള സ്റ്റേറ്റർ വന്നത്. എന്നെ ഒന്ന് ഇറക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചെങ്കിലും അവൻ വന്ന് വാമപ്പ് ചെയ്യുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവൻ എന്നെ ഒന്ന് ഇറക്കാൻ നോക്കി. എന്തോ ഭാഗ്യത്തിന് നിലം പതിച്ചില്ല. പക്ഷേ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി. അങ്ങനെ കിട്ടിയ കോൺഫിഡൻസ് ചോർന്നു പോകണമെന്ന് മുന്നേ ഞാൻ അടുത്ത ഡ്രോപ്പ് എടുക്കാൻ പോയി. അപ്പോൾ മാരിനിക്കടയിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു മറ്റവൻ വന്നു. അവൻ വന്ന് എൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഡ്രോപ്പ് എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ അവരെ കൈയും പിടിച്ച് ഞാൻ ആദ്യത്തെ ഡ്രോപ്പ് എടുത്തു. ആദ്യത്തെ ഡ്രോപ്പ് എടുത്തപ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് കൂടി. ആ ഓട്ടത്തിൽ എനിക്കറിയാം എൻ്റെ കോൺഫിഡൻസ്. അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഡ്രോപ്പ് എടുത്തു. വീണ്ടും വന്നു. വീണ്ടും ഡ്രോപ്പ് എടുത്തു. ഇനിയാണ് കളി. രണ്ട് കൈ വിട്ടിട്ട് ഒറ്റ കൈ പിടിച്ച് ഞാൻ ഡ്രോപ്പ് എടുത്തു. അത് നിർത്തിയെടുത്തു. ഇനി ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഡ്രോപ്പ് എടുത്തോളാം ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തോ ഒരു പേടി. അതുകൊണ്ട് അവരോട് ഞാൻ ലാസ്റ്റായിട്ട് ഒന്നുകൂടെ കൈ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കൈ പിടിച്ച് ലാസ്റ്റായിട്ട് ഒന്നുകൂടെ ഡ്രോപ്പ് എടുത്തു. ആ ഡ്രോപ്പോട് കൂടി എനിക്ക് കോൺഫിഡൻസ് ആയി. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഡ്രോപ്പ് എടുക്കാൻ പോകുന്നു. അങ്ങനെ ഗോവയിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഡ്രോപ്പിങ് ചെയ്തു. അതും ഈ പിള്ളേരുടെ സഹായത്തോടെ. പിന്നെ ഇതൊക്കെ എന്തെന്നുള്ള രീതിയിൽ കൂണുകൂടാന്ന് ഡ്രോപ്പ് എടുക്കാൻ തുടങ്ങി. പാഡൊന്നും ഇല്ലാണ്ട്, സേഫ്റ്റി ഗ്ലാസ് ഒന്നും ഇല്ലാണ്ട് ഡ്രോപ്പ് എടുക്കാൻ പോകും. ഇതെൻ്റെ അഹങ്കാരമല്ല കേട്ടോ, കോൺഫിഡൻസാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പരിശ്രമിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ഡ്രോപ്പ് എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. എല്ലടാ.